നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിലെ ദൃക്സാക്ഷിയായ വീണ മണിക്ക് നേരെ വീണ്ടും ആക്രമണം. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുന്നതിനിടയിലാണ് വീണ മണിക്ക് നേരെ CPM ഗുണ്ടകളുടെ ആക്രമണം വീണ്ടും ഉണ്ടായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വീണ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വീണ മണിയെ ലക്ഷ്യം വെച്ച് CPMന്റെ ഗുണ്ടകൾ ദർശനത്തിന് എന്ന വ്യാജേന ഗുരുവായൂരിൽ പ്രവേശിക്കുകയായിരുന്നു. ഇവർ 2 ദിവസമായി തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് വീണാമണി പറയുന്നു. എന്നാൽ അമ്പലത്തിൽ പ്രവേശിച്ച വീണാമണിയോട് മോശമായി പെരുമാറുകയും തലയ്ക്ക് ശക്തിയായി അടിക്കുകയും ചെയ്തു. തലയ്ക്കടിയേറ്റ വീണാമണി രക്തം ഛർദ്ദിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിയാണ് വീണാമണി. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണ് എന്ന് ആദ്യം പറഞ്ഞതും വീണാമണിയാണ്. ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിനടുത്ത് വിട്ടു എന്ന് പറയുന്ന നവീൻ ബാബുവിനെ ഏതാനും പേർ ചേർന്ന് മറ്റൊരു സ്ഥലത്ത് നിന്നും ബൊലേറോ കാറിൽ അതും ബലമായി കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ടു എന്നും നവീൻ ബാബുവിനെ അവർ കൊലപ്പെടുത്തിയതാണ് എന്നും വീണാമണി മലയാളപ്പുഴയിലെ വീട്ടിലെത്തി നവീൻ ബാബുവിന്റെ സഹോദരനോട് നേരിട്ട് തന്നെ പറഞ്ഞതാണ്. എന്നാൽ ഇതേ തുടർന്ന് വീണാമണിക്ക് നേരെ CPM ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇതിനു മുൻപും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ വീണാമണിക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. എന്നാൽ തലനാരിഴയ്ക്കാണ് അന്ന് വീണാമണി രക്ഷപ്പെട്ടത്. അമ്പലത്തിന്റെ കിഴക്കേ നടയിലെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് അത് പരിശോധിക്കുകയോ വീണാമണിക്ക് നീതി നൽകുകയോ ചെയ്തില്ല. പകരം CPM ഗുണ്ടകൾ തട്ടിയെടുത്ത വീണാമണിയുടെ ഫോൺ പോലീസ് 1 മണിക്കൂർ നേരത്തോളം പരിശോധിച്ച ശേഷം തിരികെ നൽകുകയായിരുന്നു. മലയാളപ്പുഴ മോഹൻ ആരോപിച്ചതുപോലെ വീണാമണിയുടെ കയ്യിൽ നവീൻ ബാബുവിന്റെ മരണദൃശ്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് വീണാമണിയുടെ ഫോൺ ഇവർ കൈക്കലാക്കിയത് എന്ന് വ്യക്തം. എന്തായാലും ADMന്റെ മരണത്തിലെ യഥാർത്ഥ കാരണം തെളിയാതിരിക്കാൻ വീണാമണിയെ ഇവർ ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നീതിപീഠം വീണാമണിക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ടത് അത്യാവശ്യമാണ്. വല്ലാത്ത ക്ഷീണായി ഛർദ്ദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിലെല്ലാം കാണിച്ചു. ഇത്രയുള്ള കുറച്ച് നല്ല വ്യക്തികളെ അപ്പോൾ തലക്കിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ട് അവര് CPMന്റെ ആളുണ്ടല്ലോ കയറി കൂടിയിട്ട് പിന്നെ ദർശനത്തിന് വരുന്ന പോലെ വരുക വന്നിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏത് നട വെച്ചിട്ടായിരുന്നു ഇത്? ഉള്ളിലാണ്. ഉള്ളില് പിന്നെ ഒന്ന് കമ്പിന്റെ ഉള്ളിൽ കയറിയ സമയത്ത്, പിന്നെ രണ്ടാമത്തത് അതായത് കമ്പിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ആ കിഴക്കേ നടയിലുള്ള സമയത്ത് അവിടുത്തെ ക്യാമറയെ കാണാം. പിന്നെ രണ്ടാമത്തത് കിഴക്കേ നടയിൽ തന്നെ ഉള്ളിൽ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് 2 സ്ഥലത്തു നിന്ന് ഉപദ്രവിച്ചത്. ഭഗവാന്റെ മുന്നിട്ട് അടിച്ചോ? അപ്പൊ ഭഗവാന്റെ മുന്നിൽ കുറച്ച് മുന്നിൽ പടി കയറിയ പാട് അവിടെ വേറെ ആരും ഇതിൽ ഇടപെട്ടില്ലേ? അതിൻ്റെ അകത്ത് അത്രയും തിരക്കായിട്ട് എല്ലാവരും പറഞ്ഞു ആ കുട്ടിയോട് ഇങ്ങനെ. നല്ല ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നല്ലവർ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഇപ്പം എന്നെ കണ്ടാൽ തന്നെ ഒരുപാട് ഒരു ആപത്തും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും സുരക്ഷിതത്വം ഒരുക്കി തരുന്നവരും അവിടെയുണ്ട്. അപ്പൊ പിന്നെ ഇത് തിരക്കുണ്ടാക്കുക, ഇവർ തന്നെ തിരക്കുണ്ടാക്കിയിട്ട് ഉപദ്രവിക്കുന്നതാ മനപൂർവ്വം. ബാക്ക് നോക്കാം മുടിയൊക്കെ പിടിച്ച് വലിച്ച് തലക്ക് കൊഴിയിട്ട് ഇടിക്കുക. അപ്പോൾ തലക്ക് ഇടിക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഇത് തലക്ക് തന്നെ കരുതി കൂട്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു മോളെ ഇതിങ്ങനെ ഇനി അടിമേടിക്ക് നിർത്തണ്ട, പിന്നെ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ കുറേ ദിവസം പുറത്തേക്കൂടെ പ്രദക്ഷിണം മഹാപ്രദക്ഷിണം ചെയ്തായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു ഉള്ളിൽ കൂടി ചെയ്തോളൂ, ഇനി ഇങ്ങനെ കണ്ടൽശനിയാണ് വരാൻ നോക്കുന്നത്, അതുകൊണ്ട് നല്ലത് വരണോ, അപ്പോൾ ആയുസിന് ആരോഗ്യത്തിന് ഇത് നടത്തി അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലേ? അവിടെ നല്ല സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, ഇങ്ങനൊരു കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നിട്ട് പോലീസ് ഇടപെട്ടില്ല? പോലീസുകാർ അവിടെ ആദ്യത്തെ ഇതിന് തന്നെ FIR ഇട്ടിട്ടില്ല. അതിന്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് തരേണ്ടതാണ്. ഞാൻ വിവരാവകാശം ചോദിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് പിന്നീട് ഇപ്പം ഉപദ്രവിച്ചതിന് ശേഷം എനിക്ക് ബോധമില്ല. ഞാൻ അപ്പാട് ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി. പിന്നെ ഹോസ്പിറ്റലായിരുന്നു ഗുരുവായൂരിനെ. ഞാൻ പിന്നീട് അവിടെ കിടന്നിട്ടില്ല, കാരണം എന്തെങ്കിലും മരുന്ന് മാറിയിട്ട് അങ്ങനെ തരണ്ടെന്ന് വെച്ചിട്ട് കിടന്നിട്ടില്ല. ഞാൻ അവിടെ കാണിച്ചിട്ട് ഞാൻ എവിടെ കിടക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ ക്ലിനിക്ക് പോകുന്നില്ല, ഇവിടുത്തെ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പൊ അവിടെ 400 രൂപയാണ് ഒരു 24 മണിക്കൂറിന്. 6 മണിക്കൂറിന് 100 രൂപ. അതെല്ലേ? എറണാകുളത്താണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ 100 രൂപ ഒട്ടാകെ 24 മണിക്കൂറിന് കൊടുക്കണ്ടേ? അതെല്ലേ?
ആ ഞാൻ കൊടുത്തതല്ല പറയുന്നു മോളെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി, അത് ഓരോ ആളുടെ ആചാരങ്ങൾ, അവര് ഫാമിലി ആയിട്ട് ജീവിച്ചാലും ഇപ്പം വടകരയുണ്ട് ഒരുപാട് ഇങ്ങനെ ദർശനം കിട്ടിയവര്. അത് എവിടുന്നാന്ന് വെച്ചാല് ഒരു തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരു മരുത്വാമല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ മന്ത്ര ഉച്ചാരണം അങ്ങനെയൊക്കെ കിട്ടിയാല് നമ്മളെ മൂർധാവ് പൊട്ടിയിട്ട് അതിലെ കൂടി പുറത്തേക്ക് ആത്മാവ് വരും. ആത്മാവ് വരുമ്പോൾ അതിന് സമാധി എന്ന് പറയും, അതിന് മരണം എന്ന് പറയില്ല. അപ്പോൾ മരണം കണ്ണിൽ കൂടിയോ മൂക്കിൽ കൂടിയോ ചെവിയിൽ കൂടിയോ പോകുന്നതിന് മരണം എന്ന് പറയും. അപ്പൊ ഇത് അവരുടെ ആ അച്ഛന് എന്നാല് 83 വയസ്സിലെടുക്കുന്ന അവർക്ക് കൊന്നാ പോരെ ആ കുട്ടികള്, അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. ഇതെല്ലാം സമാധി തന്നെയാണ്. ഹിന്ദു ആചാരങ്ങളുടെ ഓരോ ഇതാണ്. വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് സന്യാസം സ്വീകരിച്ചുകൂടാന്നൊന്നും ഇല്ലല്ലോ മോളെ.